കോട്ടയം തിരുവാതക്കൽ ഇരട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. പ്രതി അസം സ്വദേശി അമിത് തന്നെയെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. കൊല്ലാൻ ഉപയോഗിച്ച കോടാലിയിലെ ഫിംഗർ പ്രിന്റ് അമിത്തിൻ്റേത് ആണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കൊലപാതകം നടത്താൻ അമിത് ദിവസങ്ങൾ ആസൂത്രണം നടത്തി. വിവിധ സംഘങ്ങളായി സംസ്ഥാനത്തിനകത്തും പുറത്തും പോലീസ് അന്വേഷണം നടത്തുകയാണ്. പ്രതി അമിത് പോലീസിൻ്റെ കസ്റ്റഡിയിലായി എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. ഇന്നലെയാണ് നാടിനെ നടുക്കിയ ഇരട്ടക്കൊലപാതകം നടന്നത്. പ്രതി ആസം സ്വദേശി അമിതാണെന്നുള്ള സൂചന നേരത്തെ തന്നെ പോലീസ് നൽകിയിരുന്നു. നേരത്തെ ഇവരുടെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന വ്യക്തിയാണ് അമിത്. ഇപ്പോൾ സനോജ് ചേരുകയാണ്. സനോജ്, ഈ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ഇയാളുടെ തന്നെ ഫിംഗർ പ്രിന്റാണ് കോടാലിയിൽ ഉണ്ടായിരുന്നതെന്ന് വ്യക്തമായിരിക്കുന്നു. വിശദാംശങ്ങൾ. ഷമ്മി, ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് പുറത്തു വരുന്നത് ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി അമിത് പിടിയിലായിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തു വരുന്നത്. കേരള പോലീസിന് ഇത് ഒരു അഭിനന്ദനത്തിന്റെ നിമിഷം കൂടിയാണ്. കൊലപാതകം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം 24 മണിക്കൂർ പിന്നിടുന്നതിന് മുമ്പ് തന്നെ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത് കേരള പോലീസിന്റെ അന്വേഷണ മികവിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി കോട്ടയം ഇരട്ടക്കൊലപാതക കേസ് മാറുകയാണ്. ആസാം സ്വദേശിയായിട്ടുള്ള പ്രതി കൃത്യം നിർവഹിച്ചതിന് ശേഷം എങ്ങോട്ടെങ്കിലും പോയി കാണുമെന്നുള്ള ഒരു ധാരണയിലായിരുന്നു പോലീസ്. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലായി ജോലി നോക്കിയിരുന്ന അമിത്തിനെ കണ്ടെത്തുക എന്നുള്ളത് പോലീസിന്റെ മുന്നിലെ പ്രധാനപ്പെട്ട വെല്ലുവിളിയായിരുന്നു. പഴുതടച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് പോലീസ് ആദ്യഘട്ടം മുതൽ നടപ്പാക്കിയത്. കൃത്യമായ രീതിയിലുള്ള തെളിവെടുപ്പുകൾ ഒരു വശത്ത് നടക്കുമ്പോൾ പ്രതിക്ക് വേണ്ടിയുള്ള വ്യാപകമായ തെരച്ചിൽ വലവിരിച്ചുകൊണ്ട് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന ഈ ബിനു ലോഡ്ജിലേക്ക് പോലീസ് എത്തപ്പെട്ടത്. കാരണം ഈ കേസ് നടത്തുന്നതിന് മുന്നോടിയായി, കൊലപാതകം നടത്തുന്നതിന് മുന്നോടിയായിട്ട് പ്രതി അമിത് താമസിച്ചുവെന്ന് പോലീസ് കണ്ടെത്തിയത് ഈ ബിനു ലോഡ്ജായിരുന്നു. കോട്ടയം റെയിൽവേ സ്റ്റേഷന് സമീപം 100 മീറ്റർ മാത്രം അകലത്തിലുള്ള ഈ ബിനു ലോഡ്ജിലെത്തിയാണ് പ്രതി ഈ കൊലപാതകത്തിന് വേണ്ടിയുള്ള ആസൂത്രണം നടത്തിയത്. ഇവിടുത്തെ 7-ാം നമ്പർ മുറിയിലെത്തി പ്രതി താമസിക്കുകയും തിങ്കളാഴ്ച രാവിലെ ഇവിടെ നിന്നും റൂം ഒഴിവാവുകയും ആ ഒഴിവായതിനു ശേഷമാണ് അന്ന് രാത്രിയിൽ ഈ കൊലപാതകം പ്രതി നടത്തിയത് എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. കൊലപാതകം നടത്തിയതിനു ശേഷം പ്രതി പിന്നീട് ഈ ലോഡ്ജിൽ നിന്നും ഒഴിവായതിനു ശേഷം തിങ്കളാഴ്ച രാവിലെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തുന്നതിൻ്റെയും മടങ്ങിപ്പോകുന്നതിൻ്റെയും CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. ഇതിനുശേഷം പ്രതി കൊലപാതകം നടത്തിയതിനു ശേഷം എങ്ങോട്ടാണ് പോയത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള കൃത്യമായ അന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി അമിത് തൃശ്ശൂർ മാളയിലുള്ള കോഴി ഫാമിൽ ഒളിവിൽ കഴിയുമ്പോൾ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ള പ്രധാനപ്പെട്ട വിവരം ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് അല്പം മുമ്പ് ഫോണിൽ നമ്മളുമായി വ്യക്തമാക്കിയത്. എന്തായാലും കേരള പോലീസിൻ്റെ അന്വേഷണ ചരിത്രത്തിലെ മികവാർന്ന ഒരു പ്രവർത്തനമായി, അന്വേഷണമായി ഈ കേസ് മാറുകയാണ്. ഷമ്മി, സനോജ്, ഏതാണ്ട് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് കഴിഞ്ഞിരുന്നു. ഇന്നലെ തന്നെ ഇക്കാര്യം പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കാരണം ഇയാളെ സംബന്ധിച്ച്, അമിതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു ധാരണ പോലീസിന് ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. ഇപ്പോൾ തൃശ്ശൂർ മാളയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത്. ഇയാൾ കോട്ടയത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണോ തൃശ്ശൂരിലേക്ക് എത്തിയത്? ഷമ്മി, ഞാൻ ഇന്നലെ വൈകുന്നേരം SP-യുമായി ഈ കാര്യം സംസാരിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഓഫീസിലെത്തുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് ഈ അമിത്തിനെ പിടിക്കുക എന്നുള്ളത് പോലീസിന് വെല്ലുവിളിയാണ്. പക്ഷേ പോലീസിനെ സംബന്ധിച്ച് വ്യക്തമായ സൂചന പ്രതിയെക്കുറിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം പിടികൂടാൻ കഴിയുമെന്നുള്ള ഉറച്ച ആത്മവിശ്വാസമാണ് അദ്ദേഹം നമ്മളുമായി പങ്കുവച്ചത്. അതിനൊരു തടസ്സമായി അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ അമിത് ജോലി നോക്കിയിരുന്നു. മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇദ്ദേഹം ജോലി നോക്കിയിട്ടുണ്ട്. മാത്രമല്ല പെരുമ്പാവൂർ പോലെയുള്ള പ്രദേശങ്ങളിൽ ഒരുപാട് ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഒരു ഇടം കൂടിയാണ്. അതുപോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ, അല്ലെങ്കിൽ ഇതര സംസ്ഥാനങ്ങളിൽ, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ജോലി നോക്കിയിരുന്ന ഏതെങ്കിലും പ്രദേശങ്ങളിലോ കുഗ്രാമങ്ങളിലോ പോയി ഒളിവിൽ കഴിഞ്ഞാൽ ഈ പ്രതിയെ കണ്ടെത്തുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് വെല്ലുവിളിയാണ്. പക്ഷേ പോലീസ് ഈ കൊലപാതകം നടന്ന വിവരം അറിഞ്ഞ ഉടൻ തന്നെ പ്രതിയെ പിടികൂടാൻ വേണ്ടിയുള്ള കൃത്യമായ അന്വേഷണം ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നടത്തുന്നതിനിടയിലാണ് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ഈ അമിത് കൊലപാതകത്തിന് മുമ്പ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ബിനു ലോഡ്ജിൽ താമസിച്ചിരുന്നത് കണ്ടെത്തുകയും ആ ലോഡ്ജ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയും പിന്നീട് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തുകൊണ്ട് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ തിങ്കളാഴ്ച രാവിലെ വന്നിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ, അവിടെ നിന്നും കൊലപാതകം നടത്തുന്നതിന് വേണ്ടി പോകുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ പോലീസ് കൃത്യമായി കണ്ടെത്തി. ആ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനുശേഷം പിന്നീട് പോലീസ് ഇവൻ്റെ ഓരോ നീക്കങ്ങളും മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരുപാട് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ആ പരിശോധന ഒടുവിൽ ചെന്നെത്തുകയും ചെയ്തത് തൃശ്ശൂർ മാളയിലെ കോഴി ഫാമിലാണ്. ആ കോഴി ഫാമിൽ നടത്തിയ പരിശോധനയിൽ അവിടെ ഒളിവിൽ കഴിയുകയായിരുന്ന അമിത്തിനെ പിടികൂടാൻ
പിടികൂടാൻ പോലീസിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. ഇപ്പോൾ അല്പം മുമ്പ് ഈ വിവരം അറിഞ്ഞ മന്ത്രി വി എൻ വാസവൻ നമ്മളെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് കേരള പോലീസിൻ്റെ ഈ അന്വേഷണ മികവിനെ അഭിനന്ദനം അറിയിക്കുന്നതായി ഈ ജില്ലയുടെ ചുമതലക്കാരൻ കൂടിയായിട്ടുള്ള മന്ത്രി വാസവൻ അല്പം മുമ്പ് വ്യക്തമാക്കുകയുണ്ടായി. ഷമ്മി, സനോജ്, വളരെ കൃത്യമായ ഒരു ആസൂത്രണം ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ വീട്ടിലൊരു നായ ഉണ്ടായിരുന്നു, ലാബ്രഡോർ ഇനത്തിൽപ്പെട്ട, അതിനെ ലഹരി കൊടുത്ത് മയക്കിയിരുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ വീട്ടിലെ CCTV ദൃശ്യങ്ങൾ സൂക്ഷിക്കുന്ന DVR അടക്കം മോഷ്ടിച്ചുകൊണ്ടാണ് ഇയാൾ പോയിരിക്കുന്നത്. വളരെ ആസൂത്രിതമായ ഒരു നീക്കം ഇയാൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ ഇയാളെ പോലീസിൽ പിടിപ്പിച്ചിരുന്നു ഈ വിജയകുമാറിൻ്റെ ഫോൺ മോഷ്ടിച്ച കേസിൽ. അതിൻ്റെ ഒരു പ്രതികാരമായിട്ട് മാത്രം ഈ കൊലപാതകങ്ങളെ കാണാൻ കഴിയുമോ, അതോ മറ്റെന്തെങ്കിലും ആൾക്കാർ കൂടി ഇതിന് പിറകിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, ബിസിനസ് പരമായോ മറ്റേതെങ്കിലും തരത്തിൽ ആൾക്കാർ കൂടി ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചു എന്ന് പറയാൻ കഴിയുമോ? നേരത്തെ മകൻ്റെ ദുരൂഹ മരണം സംബന്ധിച്ച് ഈ പിതാവ് വിജയകുമാർ ഈ പോലീസിൽ പരാതി നൽകിയിരുന്നല്ലോ, CBI അന്വേഷണവും വന്നിരുന്നല്ലോ. ഷമ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യക്തിപരമായ വൈരാഗ്യം മാത്രമാണ് ഈ കേസിൻ്റെ പിന്നിലുള്ളത് എന്നാണ് ആദ്യം മുതൽ തന്നെ പോലീസ് വ്യക്തമാക്കിയിരുന്നത്. ഇന്നലെ വൈകുന്നേരം നമ്മൾ ജില്ലാ പോലീസ് മേധാവിയുമായി സംസാരിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു നിഷ്ഠൂരമായ കൊലപാതകമാണ് നടത്തിയത്. ഈ കൊല്ലപ്പെട്ട വിജയകുമാറിൻ്റെ മുഖമാകെ അടിച്ച് നശിപ്പിച്ച നിലയിലായിരുന്നു. കാരണം മുഖം വികൃതമാക്കിയ നിലയിലായിരുന്നു. അത്രത്തോളം വൈരാഗ്യം വിജയകുമാറിനോട് ഉണ്ടായിരുന്ന ഒരാളാണ് ഈ കൃത്യം നിർവഹിച്ചത് എന്ന് പോലീസ് വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിക്ക് വേണ്ടിയുള്ള തെരച്ചിലിൽ അമിത് തന്നെയാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് പോലീസ് കണ്ടെത്തിയത്. ആ കാര്യത്തിലേക്ക് അന്വേഷണം എത്തിപ്പെട്ടത്. അതിൽ പോലീസ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, 6 മാസക്കാലം വിജയകുമാറിൻ്റെ ഇന്ദ്രപ്രസ്ഥം എന്ന ഓഡിറ്റോറിയത്തിലെ ജീവനക്കാരനായിരുന്നു അമിത്. ആ സമയത്ത് വിജയകുമാറിൻ്റെ മൊബൈൽ ഫോൺ അമിത് മോഷ്ടിക്കുന്നു. അങ്ങനെ മോഷ്ടിച്ച മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വിജയകുമാറിൻ്റെ പണം തട്ടിയെടുത്തു. അങ്ങനെ തട്ടിയെടുത്ത പണവും മൊബൈൽ ഫോണും കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായി അന്വേഷണം നടത്തിയ കേരള പോലീസ് സംഘം അമിത്തിനെ തേടി ആസാമിലെത്തുന്നു. ആസാമിലെത്തിയപ്പോൾ അമിത്തുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ അമിത്തിനെ കണ്ടെത്തിയ ഉടൻ തന്നെ അദ്ദേഹത്തോട് കേസൊക്കെ ഒഴിവാക്കി തരാം, കോട്ടയത്തേക്ക് വരിക, പണവും മൊബൈൽ ഫോണും തിരികെ നൽകിയാൽ മതിയെന്നുള്ള സ്നേഹപൂർണ്ണമായ ഇടപെടലിലൂടെ പോലീസ് വളരെ സമർത്ഥമായ രീതിയിൽ അമിത്തിനെ കോട്ടയത്തേക്ക് എത്തിക്കുന്നു. കോട്ടയത്തെത്തിയ ഉടൻ തന്നെ പോലീസ് അമിത്തിനെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം അമിത്തിനെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഇദ്ദേഹത്തെ ജാമ്യത്തിലെടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 6 മാസക്കാലം അമിത്തിനെ ജയിലിൽ കഴിയേണ്ടി വന്നു. അങ്ങനെ ജയിലിൽ കഴിഞ്ഞ അമിത് ഇക്കഴിഞ്ഞ 3-ാം തീയതിയാണ് പുറത്തിറങ്ങുന്നത്. ഈ 3-ാം തീയതി പുറത്തിറങ്ങിയതിന് ശേഷം തന്നെ കേസിൽ കുടുക്കിയ വിജയകുമാറിനോടുള്ള പകയുടെ ഭാഗമായി വിജയകുമാറിനെ കൊലപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അമിത്തിൻ്റെ ലക്ഷ്യം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ലോഡ്ജിൽ, ഈ ബിനോ ലോഡ്ജിൽ ഈ കൃത്യം നിർവഹിക്കുന്നതിന് മുന്നോടിയായിട്ട് അമിത് എത്തിപ്പെടുന്നത്. അങ്ങനെ ഇവിടെ താമസിച്ചതിന് ശേഷം 1-ലേറെ ദിവസം ഇവിടെ താമസിക്കുന്നു. ഇവിടെ താമസിച്ചതിന് ശേഷം അമിത് ഈ വിജയകുമാറിൻ്റെ വീടിൻ്റെ പരിസരത്തെത്തി കാര്യങ്ങൾ നിരീക്ഷിക്കുന്നു. എങ്ങനെ കൊലപാതകം നടത്താം, എങ്ങനെ ഈ ചുറ്റുമതിലുള്ള ഈ ബഹുനില വീടിൻ്റെ മതിൽക്കെട്ട് ചാടി അകത്തേക്ക് കടക്കാമെന്നതിനെ സംബന്ധിച്ചുള്ള നിരീക്ഷണങ്ങൾ നടത്തുന്നു. അങ്ങനെ നിരീക്ഷണങ്ങൾ നടത്തി കൃത്യമായ ആസൂത്രണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അമിത് തിങ്കളാഴ്ച രാവിലെ ഈ ലോഡ്ജിൽ നിന്നും റൂം ഒഴിവാകുന്നു. അങ്ങനെ റൂം ഒഴിവായതിനു ശേഷം കോട്ടയം റെയിൽവേ സ്റ്റേഷൻ ഈ ലോഡ്ജിൻ്റെ 100 മീറ്റർ മാത്രം അടുത്താണ്. അവിടെ എത്തി പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ താമസിക്കുന്നു. വൈകുന്നേരം വരെ റെയിൽവേ സ്റ്റേഷനിൽ തുടർന്നതിന് ശേഷം പിന്നീട് കൃത്യം നിർവഹിക്കുന്നതിന് വേണ്ടി വിജയകുമാറിൻ്റെ വസതിയിലേക്ക് ചെല്ലുന്നു. അങ്ങനെ വിജയകുമാറിൻ്റെ വസതിയിലെത്തി മതിൽ ചാടിക്കടന്ന അമിത് വാതിൽ തുറക്കുന്നതിന് വേണ്ടി അമ്മിക്കലെടുക്കുന്നു. പക്ഷേ അമ്മിക്കലെടുക്കാതെ തന്നെ ജനലിൻ്റെ ഡോർ തുറന്നതിന് ശേഷം മുൻവാതിൽ തുറക്കുന്നു. മുൻവാതിലിൻ്റെ കുറ്റി ജനലിൻ്റെ ഹോളിലൂടെ കൈയിട്ട് തുറന്നതിന് ശേഷമാണ് വീടിനുള്ളിൽ കിടക്കുന്നത്. വീടിനുള്ളിൽ കിടക്കുന്നതിന് മുന്നോടിയായി തന്നെ അമിത് ഔട്ട് ഹൗസിൽ നിന്നും കോടാലി എടുത്തുകൊണ്ടാണ് വീടിനുള്ളിലേക്ക് കിടക്കുന്നത്. അങ്ങനെ എടുത്ത കോടാലി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വിജയകുമാറിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് അതിക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായത്. അങ്ങനെ കൊലപ്പെടുത്തിയതിനു ശേഷം മുൻപ് മൊബൈൽ ഫോൺ മോഷ്ടിച്ച വേളയിൽ തനിക്ക് വിനയായി മാറിയത് CCTV ദൃശ്യങ്ങളാണെന്ന് അമിത് മനസ്സിലാക്കിയിരുന്നു. ആ CCTVയുടെ തെളിവുകൾ പ്രകാരമാണ് തന്നെ പിടികൂടിയത്. അതുകൊണ്ട് ഇനിയും താനൊരു കൊലപാതകം നടത്തുമ്പോൾ ഈ CCTV തെളിവായി ഉണ്ടാവാൻ പാടില്ല എന്ന ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് DVR ഉൾപ്പെടെയുള്ള CCTVയുടെ ഉപകരണങ്ങൾ ഇദ്ദേഹം മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത്. അങ്ങനെ മോഷ്ടിച്ചു കൊണ്ടുപോയ DVR ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ എവിടെയെങ്കിലും അദ്ദേഹം ഉപേക്ഷിച്ചിട്ടുണ്ടാകാമെന്നുള്ള കണ്ടെത്തലിലായിരുന്നു പോലീസ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ അന്വേഷണം നടത്തിയ പോലീസ് സംഘം വിജയകുമാറിൻ്റെ വീടിൻ്റെ മുറ്റത്തുള്ള കിണറിലെ വെള്ളം പോലും വറ്റിച്ചുകൊണ്ട് അതിനകത്ത് ആയുധങ്ങളോ മറ്റെന്തെങ്കിലും ഉപകരണങ്ങളോ ഉപേക്ഷിച്ചിട്ടുണ്ടോ എന്ന് തെരച്ചിൽ നടത്തിയിരുന്നു. എന്തായാലും ഇന്നലെ മുതൽ നടത്തിയ സാഹസികമായ തെരച്ചിലിനൊടുവിൽ
കേരള പോലീസ് ഈ പ്രതിയെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള സുപ്രധാനമായ വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട കടമ്പ. കാരണം ദൃക്സാക്ഷികളില്ലാത്ത ഒരു കേസിൽ ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളും പരമാവധി ശേഖരിച്ചുകൊണ്ട് കോടതിയിൽ ഹാജരാക്കി പ്രതിക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് പോലീസിൻ്റെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി. അതുകൊണ്ട് തന്നെ ഈ DVR ഉൾപ്പെടെയുള്ള CCTVയുടെ ഉപകരണങ്ങൾ എവിടെയാണ് ഉപേക്ഷിച്ചത് എന്ന് കണ്ടെത്തേണ്ടത് പോലീസിൻ്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട കടമ്പയാണ്. പ്രതിയെ പിടികൂടിയ സാഹചര്യത്തിൽ ഇനി തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതായിരിക്കും പ്രധാനപ്പെട്ട അജണ്ടയായി പോലീസിന് മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുവാനാണ് പോലീസിൻ്റെ തീരുമാനം. ഷമി, ഈ തൃശ്ശൂരിലെ കോഴി ഫാമിലേക്ക് ഇയാൾ എത്തുന്നത് എങ്ങനെയാണ് സനോജ്? ഇയാൾ കോട്ടയത്ത് നിന്ന് എവിടേക്ക് എത്തുകയാണ്? മാളയിലേക്ക് എത്തുകയാണ്. അവിടെ ഇയാൾക്ക് പരിചയമുള്ള ആരെങ്കിലും ആണോ ഈ കോഴി ഫാമിൽ, അതോ ജോലിക്കാരൻ എന്ന നിലയിൽ അവിടെ കടന്നുകൂടുകയായിരുന്നോ ഈ അമിത് ഒറാങ്? ഷമി, ഇതര സംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള പല ആളുകളും നമ്മുടെ നാട്ടിൽ പണിക്കെത്തുമ്പോഴേക്കും അവരുടെ നാട്ടിൽ നിന്നുമുള്ള ഒരുപാട് സുഹൃത്തുക്കൾ മറ്റിടങ്ങളിൽ പലയിടങ്ങളിലായിട്ട് ജോലി നോക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവരുടെ പരിചയക്കാരുണ്ടാവാം, അവരുടെ ബന്ധുക്കളുണ്ടാവാം. അങ്ങനെ പല പ്രദേശങ്ങളിലും ജോലി നോക്കുന്ന ആളുകളുമായിട്ട് ഇവർക്ക് പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പലപ്പോഴും ഇവരെല്ലാം ഒരുമിച്ച് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ആരെങ്കിലും, ഈ അമിതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരെങ്കിലും ഈ മാള കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കോഴി ഫാമിൽ ജോലി നോക്കിയിരുന്നോ എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു പിൻബലത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം മാളയിലെ കോഴി ഫാമിൽ ഈ അമിത് എത്തിപ്പെട്ടിട്ടുള്ളത്. അതിന് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണമൊക്കെ തന്നെ വരും മണിക്കൂറുകളിൽ പോലീസ് സ്വാഭാവികമായി നടത്തും. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിയെ പിടികൂടിയിട്ടുണ്ട് എന്ന ഒരു കൃത്യമായ വിവരം തന്നെയാണ് ജില്ലാ പോലീസ് മേധാവിയുമായി അല്പം മുമ്പ് ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത്. അവിടെ മാളയിലെ, തൃശ്ശൂർ ജില്ലയിലെ മാളയിലെ ഒരു കോഴി ഫാമിൽ ഇദ്ദേഹം ഒളിവിൽ കഴിയുകയായിരുന്നു. അങ്ങനെ ഒളിവിൽ കഴിയുന്നതിനിടയിലാണ് ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവി നമ്മളോട് പറഞ്ഞത്. ഷമി, തിരുവാതക്കൽ ഇരട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊലപാതകം നടന്ന ഏതാണ്ട് 24 മണിക്കൂർ ആകുമ്പോഴേക്കും പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇയാളെ ഇനി ചോദ്യം ചെയ്യണം, വിശദമായ തെളിവുകൾ കണ്ടെത്തണം. അതിനുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോലീസ് നീങ്ങുകയാണെന്നാണ് സനോജ് കോട്ടയത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.